ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പഠന വൈകല്യം എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ്. പല കുട്ടികൾക്കും ഒരു ഘട്ടത്തിൽ വായിക്കാനോ എഴുതാനോ അതുപോലെ തന്നെ മറ്റ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇതിനർത്ഥം എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ട് എന്നല്ല. അപ്പോൾ പഠന വൈകല്യം ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെയേറെ പ്രയാസം അനുഭവപ്പെടും. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ വേറെ അതല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എത്ര സമയം ചെലവഴിക്കുന്നതിനോ അല്ലെങ്കിൽ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നതിനോ ഒക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്തെന്ന് വരാം. അപ്പോൾ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് നമുക്ക് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മുന്നോട്ടുള്ള പഠനത്തിന് കുട്ടിക്ക് വലിയ പ്രയാസമില്ലാതെ നമുക്ക് അവനെ പഠിപ്പിച്ചെടുക്കാനും അവന് ഉദ്ദേശിക്കുന്ന സ്ട്രീമിലേക്ക് തിരിച്ചുവിടാനും സാധിക്കും. അപ്പോൾ പഠന വൈകല്യം ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് പഠന വൈകല്യം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ മടിയുള്ള കുട്ടികളെ കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ട് അല്ലെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങളുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്നല്ല. പക്ഷേ ചില കോമൺ സൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അപ്പം എഴുതാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ട്, പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് എഴുതുമ്പോൾ എപ്പോഴും മിസ്റ്റേക്സുകൾ വന്നുകൊണ്ടിരിക്കുക. എഴുതുമ്പോൾ തിരിച്ചെഴുതുക, 6 എന്നുള്ളത് 9 ആക്കി എഴുതുക, അതുപോലെ സിയും ഡിയും തമ്മിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുക, ചില വാക്കുകൾ തിരിച്ചെഴുതുക, ചില വാക്കുകൾ എഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. അങ്ങനെ എഴുത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ വായിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് വായിക്കുക, നിരങ്ങി മുക്കിയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലക്ഷണങ്ങൾ ഇതിൻ്റെതാവാം. പിന്നെ മാത്സിൽ മാത്രം പ്രശ്നങ്ങൾ, ബാക്കി എഴുതാനും വായിക്കാനും ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ കണക്കിൽ ഒരു രക്ഷയില്ല. എപ്പോഴും മാത്സിന് മാത്രം തോറ്റുപോവുക, മാത്സിന് മാർക്ക് കുറയുക. പിന്നെ മെമ്മറി ലോസ്, എത്ര പഠിച്ചാലും ബ്രെയിനിൽ നിൽക്കത്തില്ല, എപ്പോഴും മറന്നു പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള സിംറ്റംസ് കാണും. പിന്നെ ഒരു കാര്യത്തിലും ഒരു അറ്റൻഷൻ ഉണ്ടാവില്ല, ഫോക്കസ് വളരെ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ ലെവൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ടൈം കറക്റ്റായിട്ട് പറയാനായിട്ട്, എത്ര വലുതായാലും ടൈം കറക്റ്റായിട്ട് പറയാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരില്ല. പിന്നെ ഓർഗനൈസ് ആയിട്ട് വെക്കാനായിട്ട്, ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനോ ഓർഗനൈസ് ആയിട്ട് വെക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പഠന വൈകല്യമുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസ്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ തരത്തിലായിരിക്കും ഇത് പ്രകടമാകുന്നതെന്ന് മാത്രം. പിന്നെ ഈ പഠന വൈകല്യം ഉള്ളത് കൊണ്ട് നിങ്ങളും പേരൻസും കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വളരെ മടിയായിരിക്കും, കാരണം പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മളെ ഒരാൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവസ്ഥ നോക്കൂ, നമുക്ക് പറ്റില്ല അല്ലേ? പിന്നെ അതിനെ തരണം ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠന വൈകല്യമുള്ള കുട്ടികൾ പൊതുവെ സ്കൂളിൽ പോകാനായിട്ട് വളരെ മടിയായിരിക്കും. പിന്നെ കറക്റ്റായിട്ട് അവർക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനോ, എപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മാത്സ് ഉള്ള കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും മാത്സിൻ്റെ പീരീഡൊക്കെ ഇരിക്കാനും. അപ്പോൾ അതുമൂലം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പിന്നെ നമ്മളെ കോൺസെൻട്രേഷൻ ലെവൽ ഭയങ്കര ആവേശം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങളിലേക്ക് ഇവർ ചെന്ന് പെടാനുണ്ട്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് രീതിയൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ എപ്പോഴും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേറെ ഡിസേബിലിറ്റി ആണോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. മറ്റു പല കാര്യങ്ങൾ കൊണ്ട് കുട്ടി സ്കൂളിൽ പോകാതിരിക്കുക അല്ലേ, ഇമോഷണൽ സ്കൂൾ ചേഞ്ച് ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും, വീട്ടിലുള്ള പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വ്യക്തിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് നിർണ്ണയിക്കാനായിട്ട് ഈ അടയാളങ്ങൾ മാത്രം പോരാ. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ ലേണിംഗ് ഡിസേബിലിറ്റി തന്നെ പല വിഭാഗത്തിലുണ്ട്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അതുപോലെ ഡിസ്പ്രാക്സിയ, അങ്ങനെ പല വിഭാഗത്തിലുണ്ട്. അപ്പോൾ ഏത് വിഭാഗത്തിലാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള പഠന ക്രമീകരണങ്ങൾ വേണം നമ്മൾ ഒരുക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മൾ കൗൺസിലിങ്ങിലൂടെയും റെമഡിയൽ മെഷേഴ്സിലൂടെയും കുട്ടിയെ നമുക്ക് വളരെ ഈസി ആയിട്ട്
അവൻ്റെ പഠനത്തിൽ പ്രോത്സാഹനം ചെയ്തു കൊടുക്കാനും ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഇവരിപ്പോൾ നമുക്കറിയാം, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ആയില്ലെങ്കിലോ മുകളിലേക്ക് പോകുന്നതോറും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞ പോലെ പഠനത്തിൽ നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ വലിയ പ്രശ്നമില്ല, നല്ല മാർക്കൊക്കെ മേടിച്ചിരുന്ന കുട്ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും പറ്റുന്നില്ല, പുറകോട്ട് പോകുന്നു. അത് ഫിഫ്ത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകുന്നു. സെവൻത്തിലേക്ക് എത്തുമ്പോൾ ഒട്ടും പറ്റില്ല, അക്കാഡമിക്കിൽ വളരെ വീക്കായി, സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് വരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്ലാസ്സിൽ പഠിക്കും തറവായിട്ട് പഠിച്ച് പോയില്ലെങ്കിൽ മുന്നോട്ട് പോകുന്തോറും അത് പ്രശ്നമാകും. അപ്പോൾ ഞാൻ മുമ്പ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബേസ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിൽ പണിത് മുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ താഴ്ന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ വരുന്നതെന്ന് കണ്ടെത്തി കുട്ടിയുടെ ബേസ് അറിഞ്ഞ് നമ്മൾ അവർക്ക് റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ മാറ്റി അവർക്ക് കറക്റ്റായിട്ടൊരു ഫോക്കസ് പഠനത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഠന വൈകല്യം പിന്നെ അതിൻ്റെതായ അടയാളങ്ങളും പ്രത്യേകതകളും ഉണ്ട്, പല വിഭാഗത്തിലുണ്ട്. ആ വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വരും. ലാസ്റ്റ് നമ്മൾ 10th എത്തിലേക്ക് ചിലപ്പോൾ കുട്ടിക്ക് ഇതുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക പ്രൊഫഷണൽസെ കാണിച്ച് അവൻ്റെ ബേസ് അറിഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടിക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിങ്ങൾ ഇതിനോടൊപ്പം നമ്പർ വെച്ചിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.